നമസ്കാരം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യത വിദൂരമെന്ന് പോളിംഗ് ശതമാന കണക്കുകൾ സൂചിപ്പിക്കുന്നുള്ള വിവരങ്ങൾ വരുന്നു. DMKയുടെ കേഡർ വോട്ടുകളെ മറികടക്കുവാൻ നിഷ്പക്ഷ വോട്ടുകൾക്ക് സാധിക്കണമെങ്കിൽ പോളിംഗ് വർദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ ഭരണമുന്നണിയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകുവാനുള്ള സാധ്യത കൂടുതലായിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ 2.5% കുറയുകയായിരുന്നു തമിഴ്നാട്ടിൽ. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വാരിക്കൂട്ടാമെന്നുള്ള BJPയുടെ സ്വപ്നത്തിനാണ് ഇത് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 20 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരുന്നു ഇത്തവണ സംസ്ഥാനത്ത് സംഭവിച്ചത്. 69.46%. ത്രികോണ മത്സരങ്ങൾ കൊട്ടിഘോഷിച്ചത്ര ശക്തമായിരുന്നില്ല എന്നുള്ള സൂചനയാണ് പലപ്പോഴും നൽകുന്നത്. NDA സഖ്യം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന മണ്ഡലങ്ങളിൽ മിക്കതും പോളിംഗ് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രചരണം കൊഴുപ്പിച്ച മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് ശതമാനം കുറയുന്ന ഒരു കാഴ്ചയുണ്ടായി. മറ്റിടങ്ങളിലാണെങ്കിൽ വർധന പേരിന് മാത്രം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, കോയമ്പത്തൂരിലൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. NDA ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച 12 മണ്ഡലങ്ങളിൽ കോയമ്പത്തൂരിലും വെല്ലൂരിലും പോളിംഗ് ശതമാനം കൂടിയെങ്കിലും വർധന നാമമാത്രമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരിൽ 1% വർധന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇവിടെയൊക്കെ 63.86% രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഇത്തവണ ഇത് 64.81%. ഇതിനു മുൻപ് BJP മൂന്നാം മുന്നണി പരീക്ഷണം നടത്തിയ 2014 ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇവിടെ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ത്രികോണ മത്സരം നടന്ന അന്ന് 68.40% മണ്ഡലത്തിലെ പോളിംഗ് എന്ന് പറയപ്പെടുന്നത്. ഇത്തവണ മത്സരം അതിലും തീവ്രമായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്നു. എങ്കിൽ കൂടിയും പോളിംഗ് ഉയരാത്തത് NDAക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോയമ്പത്തൂരിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായിട്ട് തന്നെ അണ്ണാമലൈ എത്തുകയും ചെയ്തിരുന്നു. മണ്ഡലത്തിൽ ഏകദേശം 1 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ അനധികൃതമായി നീക്കി എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണവുമായിട്ട് K. അണ്ണാമലൈ എത്തിയിരിക്കുന്നത്. ചെന്നൈ സെൻട്രലിലെ BJP സ്ഥാനാർത്ഥി ബിനോയ് സെൽവവും ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. പരാജയം ഉറപ്പിച്ചതോടെ നടത്തുന്ന ന്യായീകരണമാണ് ഇത് എന്നുള്ള ഈ ആരോപണങ്ങളുള്ള പ്രതികരണം DMK നടത്തിയിരിക്കുന്നത്. പക്ഷേ NDA പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള വെല്ലൂരിൽ 2% വരുന്ന വോട്ട് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. പുതിയ നീതി കക്ഷി നേതാവായിട്ടുള്ള AC ഷൺമുഖം ഇവിടെ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഏകദേശം 8141 വോട്ടുകൾക്കാണ് DMKയുടെ സ്ഥാനാർത്ഥി ഖദർ ആനന്ദിനോട് ഷൺമുഖം ഇവിടെ പരാജയപ്പെട്ടിരുന്നത്. ഇത്തവണയും ഖദർ ആനന്ദ് തന്നെയാണ് DMKയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ഉള്ളത്. പോളിംഗ് ഉയർന്നതിനാൽ തന്നെ കോയമ്പത്തൂരിനേക്കാൾ NDAക്ക് വെല്ലൂരിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. മറ്റൊന്ന് കന്യാകുമാരിയാണ്. കന്യാകുമാരിയും ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. കന്യാകുമാരിയും പക്ഷേ നിരാശപ്പെടുത്തി. തമിഴ്നാട്ടിലെ BJP ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച കന്യാകുമാരിയിൽ പോളിംഗ് ശതമാനത്തോളം കുറവ്, 4% കുറവുണ്ട്. BJPയുടെ പ്രതീക്ഷയായിരുന്ന തിരുനെൽവേലിയിൽ 3%-ലേറെ പോളിംഗിലുണ്ടായ കുറവ്. TTV ദിനകരൻ മത്സരിക്കുന്ന തേനിയിൽ അവിടെയും ഈ പോളിംഗിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 75% നിന്ന് 69%-ലേക്ക് താഴ്ന്നത് DMK സ്ഥാനാർത്ഥി തങ്കത്തമിഴ് സെൽവൻ അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലുകൾ വരെ അവിടെ വരുന്നുണ്ട്. നീലഗിരി, ചെന്നൈ സൗത്ത് കൂടാതെ ധർമ്മപുരി, പെരമ്പല്ലൂർ, വിരുദുനഗർ, രാമനാഥപുരം എന്നീ മണ്ഡലങ്ങളിലും NDA വോട്ട് വിഹിതം ഉയർത്തിയേക്കാമെങ്കിലും വിജയം എളുപ്പമല്ല എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെയെല്ലാം പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ്. പോളിംഗ് കുറഞ്ഞ കൊങ്കുനാട് മേഖലയിലടക്കം ഇത്തവണയും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കേഡർ സംവിധാനം വോട്ട് വിഹിതത്തിൽ 2ാം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള DMKയെ സഹായിക്കുമെങ്കിലും പക്ഷേ സീറ്റുകൾ നേടാനാകുമെന്ന കാര്യം സംശയത്തിലാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇതേസമയം DMKയുടെ സംഘടനാ സംവിധാനവും ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഘടകകക്ഷികളും ഇന്ത്യ സഖ്യത്തിന് ഇത്തവണയും അവിടെ ചില സാധ്യതകൾ കാണുന്നുണ്ട്, ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷം ചിതറി നിൽക്കുന്നതിനാൽ സർക്കാർ വിരുദ്ധ വോട്ട് ഭിന്നിക്കുമെന്നാണ് DMKയുടെ കണക്കുകൂട്ടലുകൾ തന്നെ. അപ്പോൾ ഇതിനു മുൻപ് ത്രികോണ മത്സരം നടന്ന 2014 വോട്ട് ഭിന്നിച്ചത് DMKയ്ക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ ഇത്തവണ DMKയ്ക്ക് ഗുണകരമാവുന്ന അവസ്ഥയിലാണ്. സഖ്യമുണ്ടാക്കുന്നതിൽ പിഴച്ചതായിരുന്നു 2014 DMKയ്ക്ക് തിരിച്ചടിയായത് എങ്കിൽ VCKയും ഒപ്പം തന്നെ മുസ്ലിം ലീഗും മാത്രമായിരുന്നു അന്ന് DMKയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനക്ഷേമ മുന്നണി എന്ന പേരിൽ ഇടതുപക്ഷം, DMK, DMDK, VCK തുടങ്ങിയ പാർട്ടികൾ മൂന്നാം മുന്നണി ഉണ്ടാക്കിയപ്പോഴും DMKയ്ക്ക് തിരിച്ചടി നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനക്ഷേമ മുന്നണിയിലേക്ക് DMDK ഒഴികെ മറ്റ് പാർട്ടികൾ DMKയുടെ പാളയത്തിലെത്തിയതോടെ ഫലം മാറി പറഞ്ഞു. DMK സഖ്യം 39-ൽ 38-ലും വിജയിച്ചു കയറി. ഇതേ സഖ്യവുമായിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. ഈ സഖ്യത്തിലേക്ക് കമലഹാസനെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. സീറ്റുകളുടെ കാര്യത്തിൽ ഏറെ വിട്ടുവീഴ്ച ചെയ്താണ് DMK സഖ്യത്തെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ പാർട്ടിയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിൽ 24 സ്ഥാനാർത്ഥികൾ, അതായത് DMK ചിഹ്നത്തിൽ മത്സരിച്ച സഖ്യകക്ഷി സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവരാണ്.
അവർ 24 സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോൾ ഇത്തവണ 22 അത് കുറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് തന്നെയാണ് DMK നേതാക്കളടക്കം ഇതിന് നൽകുന്ന വിശദീകരണം. എന്നാൽ ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ ശക്തമായ സഖ്യം നൽകുന്ന ആനുകൂല്യമാണ് DMK ലക്ഷ്യമാക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ തവണ BJPയും അണ്ണാ DMKയും അവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ പല മണ്ഡലങ്ങളിലും ഫലം DMK സഖ്യത്തിന് അനുകൂലമാക്കിയത് TT ദിനകരൻ്റെ പാർട്ടിയായിട്ടുള്ള അമ്മ മക്കൾ മുന്നേറ്റ കഴകം വോട്ട് പുലർത്തിയത് കൊണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇത്തവണ ദിനകരൻ NDA സഖ്യത്തിലെത്തിയെങ്കിലും അണ്ണാ DMK തെറ്റിപ്പിരിഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. മറിച്ചായിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മുൻതൂക്കം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ തമിഴ്നാട്ടിലടക്കം നൽകുന്ന സൂചനകൾ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യത വിദൂരമെന്ന് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള 6 ഘട്ട തിരഞ്ഞെടുപ്പുകൾ കൂടിയുണ്ട്. അതുകൂടി കഴിയുമ്പോൾ മാത്രമേ ഇന്ത്യയിൽ നടക്കുന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.